ഗാസയിൽ വേദനയുടെയും കഷ്ടപ്പാടിന്റെയും നീറുന്ന ജീവിതങ്ങളുടെ കഥകൾ നമ്മൾ എപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ്. ഇത് ലോക മനസാക്ഷിക്ക് തന്നെ പൊറുക്കാൻ കഴിയാത്ത ചില വിവരങ്ങളായി മാറുകയും ചെയ്യുന്നു. ഭക്ഷണം തേടിയെത്തിയ ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ഹമാസ് വെടിയുതിർത്തു എന്ന ആരോപണവുമായി ഇസ്രയേലാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ ശേഷം ഒരാൾ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഈ ആരോപണം. തെക്കൻ ഗാസയിലെ റഫയിലേത് എന്ന് പറഞ്ഞാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഗാസയിലെ 2 സഹായ വിതരണ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 32 പലസ്തീനികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രയേൽ ഈ ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ ഹമാസ് വെടിയുതിർക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങളാണ് ഇത്. ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്താൻ ഹമാസ് ആവുന്നതെല്ലാം ചെയ്യുകയാണ് എന്ന അടിക്കുറിപ്പോടെയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ ഇസ്രായേലിന്റെ ആരോപണങ്ങളിലോ പുറത്തുവന്ന വീഡിയോയിലോ മറ്റ് സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമല്ല. നേരത്തെ സഹായ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. തെക്കൻ ഗാസയിലെ റാഫയിൽ കഴിഞ്ഞ ദിവസം രാവിലെ നടന്ന ആക്രമണത്തിലാണ് 31 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ ഗാസ സിറ്റിയിലെ നൈറ്റം സാരി ഇടനാഴിയിലെ സഹായ വിതരണ കേന്ദ്രത്തിൽ നടന്ന വെടിവയ്പിൽ മറ്റൊരാൾ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയും സഹായവുമുള്ള വിവാദമായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഗ്രൂപ്പാണ് സഹായ വിതരണം ചെയ്യുന്നത്. നിഷ്പക്ഷതയില്ല എന്നാരോപിച്ച് ഐക്യരാഷ്ട്രസഭയും മറ്റ് സഹായ ഗ്രൂപ്പുകളും GHFുമായി സഹകരിക്കാൻ വിസമ്മതിച്ചിരുന്നു. ഗാസ മുഴുവൻ പിടിച്ചെടുക്കുക എന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പാക്കാനാണ് ഗ്രൂപ്പ് രൂപീകരിച്ചത് എന്ന ആരോപണവും ഉണ്ടായിരുന്നു. സഹായ വിതരണം മരണക്കെണിയാകുന്നുവെന്ന് പലസ്തീൻ അഭയാർത്ഥികളുടെ UN ഏജൻസിയുടെ തലവൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതേസമയം സാധാരണക്കാർക്ക് നേരെ വെടിവെച്ചിട്ടില്ല എന്നും പ്രാഥമിക അന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇസ്രായേൽ സൈന്യത്തിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ അടക്കമുള്ള തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നു എന്നാണ് സൈന്യം പറയുന്നത്. പലസ്തീനികൾ ഭക്ഷണം ശേഖരിക്കാൻ വന്നപ്പോൾ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് വെടിവെയ്പ് നടത്തിയെന്ന് സമ്മതിച്ച GHF എന്നാൽ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ഹമാസ് തന്നെ വെടിയുതിർത്തു എന്ന ആരോപണവുമായി ഇസ്രായേൽ രംഗത്തെത്തുന്നത്.